അടുത്ത ഒരു എസ്സേ എന്ന് പറയുന്നത് ബാർബറ ഗ്രീനിൻ്റെ എസ്സേ ആണ്. ബാർബറ ഗ്രീനിൻ്റെ ഡീകോഡിങ് ദ റൈസ് ഓഫ് മലയാളം റാപ്പ് എ ഡീപ്പ് ഡൈവ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ റാപ്പ് എന്നുള്ളത് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. അപ്പോൾ റാപ്പ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് മ്യൂസിക്കൽ ജോണറാണ്, ഒരു മ്യൂസിക്കൽ സ്റ്റൈലാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുവാണോ പാടുവാണോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അതായത് ഈ റിതമിക്കായിട്ട് റൈമിംഗ് ആയിട്ടുള്ള വേർഡ്സ് അല്ലെങ്കിൽ റൈമിംഗ് ആയിട്ടുള്ള സ്പീച്ച് വഴിയാണിത്, ഒരു ബീറ്റ് വെച്ചിട്ടാണിത് പാടുന്നത്. ഒരു ഹിപ്പ് ഹോപ്പ് കൾച്ചറിൻ്റെ എമിനം എന്ന് പറയുന്ന ഒരു ഫേമസ് സിംഗറുണ്ട്, അയാളൊക്കെ റാപ്പാണ്, ഫേമസ് റാപ്പ് സിംഗറാണ് എമിനം എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ റൈമിംഗ് ആയിട്ടുള്ള വേർഡ്സ് വെച്ചിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, അതാണ് റാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാർബറ ഗ്രീൻ്റെ ഈ ഒരു എസ്സേ നമുക്ക് നോക്കാം. ബാർബറ ഗ്രീൻ എന്ന് പറയുന്നത് ഒരു സീനിയർ എഡിറ്ററാണ് അവർ. അതുപോലെ തന്നെ അവർക്ക് മ്യൂസിക്കിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്, പാഷനേറ്റ് റൈറ്ററാണ്. ടെന്നസിയിലാണ് ഇവർ ജനിച്ചത്. മെലഡീസൊക്കെ വളരെ ഇഷ്ടമാണ് ഇവർക്ക്. ആൻഡ് പിന്നെന്താണ്, ഈ സോങ്സിൻ്റെ പിന്നിലുള്ള സ്റ്റോറീസൊക്കെ അൺകവർ ചെയ്യാനും മ്യൂസിക്കിനെ കുറച്ചും കൂടി റിലേറ്റബിൾ ആക്കാനും അതുപോലെ തന്നെ റീഡേഴ്സിനെ കുറച്ചും കൂടി ഇൻസ്പയർ ചെയ്യാനും ഒക്കെ ഇവർക്ക് സാധിക്കുന്നുണ്ട് ഇവരുടെ വർക്ക്സിലൂടെ. ആൻഡ് ഇവർ എമേർജിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്ത് വർക്കുകളൊക്കെ എഴുതുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അവരുടെ ഈ ഒരു ഇത് നോക്കാം, എസ്സേ നോക്കാവേ. ഈ എസ്സേക്കകത്ത് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ മലയാളം റാപ്പിൻ്റെ ഡീകോഡിംഗ് ആണ് ഇവർ ചെയ്യുന്നത്, അതിനെ മനസ്സിലാക്കിയെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇവർ കുറച്ച് മ്യൂസിക്കിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ഇഷ്ടമൊക്കെ ഉള്ളൊരു സ്ത്രീ ആയതുകൊണ്ട്, ഇവർ പാഷനേറ്റ് ആയതുകൊണ്ട് ഇവർ എല്ലാ രീതിയിലും ഏത് ലാംഗ്വേജസിലെ ആണെങ്കിലും എവിടുത്തെ ആണെങ്കിലും ഏതൊക്കെ സിംഗേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോയി അതിനെ എക്സ്പ്ലോർ ചെയ്തെടുത്ത് അതിനെക്കുറിച്ച് എഴുതുന്നതാണ് ഇവരുടെ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പം മലയാളം റാപ്പിനെ കുറിച്ചുള്ളൊരു ഡീപ്പായിട്ടുള്ളൊരു സ്റ്റഡിയാണ് അവരുടെ ഈ ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ആർട്ടിക്കിളാണിത്. അവരിത് 2024 ബാർബറ ഗ്രീൻ ഇത് എഴുതിയത്. മലയാളം റാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വളരെ പോപ്പുലറായിട്ട് ഇന്ത്യൻ മ്യൂസിക് സീനിൽ വളരെ പോപ്പുലറായിട്ട് മാറിക്കൊണ്ടിരിക്കുവാണ്. അത് ഈ മലയാളം റാപ്പ് എന്ന് വെച്ചാൽ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ മലയാളം കൾച്ചർ പ്ലസ് മോഡേൺ ആയിട്ടുള്ള ഹിപ്പ് ഹോപ്പ് എലിമെൻസും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹിപ്പ് ഹോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹിപ്പ് ഹോപ്പ് എന്ന് വെച്ചാൽ 1970 ന്യൂയോർക്ക് സിറ്റിയിൽ എമർജ് ചെയ്തൊരു കാര്യമാണ് ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്നത്. അത് ഈ മാർജിനലൈസ്ഡ്, അതായത് ഈ ഇച്ചിരി സപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റിക്കൊക്കെ വേണ്ടി വോയിസ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു കാര്യമാണ് ഈ ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്നത്. റാപ്പിംഗ്, ഡാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഹിപ്പ് ഹോപ്പിൻ്റെ മോഡേൺ ഹിപ്പ് ഹോപ്പ് എലിമെൻറ്റ്സ് പ്ലസ് ട്രഡീഷണൽ ആയിട്ടുള്ള മലയാളം കൾച്ചർ ഉണ്ടല്ലോ, അത് രണ്ടിൻ്റെയും കൂടെ മിക്സാണ് നമ്മുടെ മലയാളം റാപ്പ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ മലയാളം റാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മ്യൂസിക് എന്തുമാത്രം അതിൻ്റെ നേച്ചർ ഭയങ്കര മാറുന്നു, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലാംഗ്വേജും ഡിഫറെൻറ്റ് കൾച്ചറും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ മലയാളത്തിൽ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു തെളിവും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി എന്താണ്, എവല്യൂഷൻ എന്താണ്, നമ്മുടെ മലയാളം റാപ്പിൻ്റെ കറണ്ട് സ്റ്റേറ്റ് എന്താണെന്നൊക്കെയാണ്, ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണെന്നാണ് ഇവർ പഠിക്കുന്നത്. അപ്പോൾ ഒറിജിൻ ഓഫ് മലയാളം റാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റ് 2000s അല്ലെങ്കിൽ ഏർലി 2010 കേരളത്തിലെ ഹിപ്പ് ഹോപ്പ് കൾച്ചർ വന്നത്. കേരളത്തിലെ യങ് ആർട്ടിസ്റ്റുകളും ഈ റാപ്പ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് അവരുടെ തോട്ട്സും എക്സ്പെരിമെൻസും എല്ലാം എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പാട്ടിലൂടെ. അപ്പോൾ അത് ഈ ലോക്കലായിട്ടുള്ള ഡയലക്റ്റ് വഴി മലയാളത്തിനെ മിക്സ് ചെയ്ത് ഈ വെസ്റ്റേൺ ആയിട്ടുള്ള സ്റ്റൈലിൽ മിക്സ് ചെയ്തിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ യൂത്തിന് അല്ലെങ്കിൽ യങ്ങർ ജനറേഷന് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയി എന്നാണ് ഇവർ പറയുന്നത്. ഈ മലയാളം റാപ്പിൻ്റെ കൾച്ചറൽ ഇൻഫ്ലുവൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് പോയട്രി, സ്റ്റോറി ടെല്ലിംഗ്, ഫോക്ക് മ്യൂസിക് ഒക്കെ നല്ല ഒരു റിച്ച് ട്രഡീഷനാണ് ഉള്ളത്. അപ്പോൾ ആർട്ടിസ്റ്റുകൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ എലമെൻറ്റ്സ് ഓഫ് മലയാളം ലിറ്ററേച്ചർ പ്ലസ് നമ്മുടെ സൊസൈറ്റി നടക്കുന്ന ഇഷ്യൂസ് പ്ലസ് എന്ത് ചെയ്യാണ്, നമ്മൾ ഫേസ് ചെയ്യുന്ന എവരിഡേ എക്സ്പീരിയൻസ് അതൊക്കെ ലിറിക്സ് ആക്കി മാറ്റി, അതൊക്കെ വരികളിലാക്കി പാട്ടാക്കി മാറ്റിയിട്ട് അതിനെ എന്ത് ചെയ്തു, വൈഡ് ഓഡിയൻസിൻ്റെ രീതിയിൽ ഹിപ്പ് ഹോപ്പ് എലിമെൻറ്റ്സ് ഒക്കെ ചേർത്ത് ഇറക്കാൻ തുടങ്ങി. അതായത് ലോക്കലായിട്ടുള്ള ഡയലക്റ്റ് പ്ലസ് റീജിയണൽ കൾച്ചർ സെറ്റ് മലയാളം റാപ്പിൽ ഇങ്ങനൊരു ഫ്യൂഷനാണ് കൊണ്ടുവന്നത്. ഇനി ഈ ആർട്ടിസ്റ്റ് ആരൊക്കെയാണ് മലയാളം റാപ്പിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് അക്കാഡമിക്സ് ആണ് ഓഫൺ മലയാളം റാപ്പ് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. സ്ട്രീറ്റ് അക്കാഡമിക്സ് അവരാണ് ഈ ഒരു ജോണർ കൊണ്ടുവന്നത് 2009. ഈ സ്ട്രീറ്റ് അക്കാഡമിക്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, കുറച്ച് റാപ്പേഴ്സും കുറച്ച് പ്രൊഡ്യൂസേഴ്സുമാണ്. അവർ മലയാളം മ്യൂസിക്കിൽ കുറച്ച് ഫ്രഷ് പെർസ്പെക്റ്റീവ് കൊണ്ടുവന്നു. അവരെന്ന് വെച്ചാൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, പൊളിറ്റിക്കൽ കറപ്ഷൻ, കോമൺ മാനിൻ്റെ സ്ട്രഗിൾസ് ഇതൊക്കെയാണ് അവർ ചെയ്തത്. അവരുടെ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഇവർ പാട്ടൊക്കെ ഉണ്ടാക്കിയത്, ഈ സ്ട്രീറ്റ് അക്കാഡമിക്സ് എന്ന് പറഞ്ഞവർ. രണ്ടാമത് തിരുമാലി എന്നുള്ളതാണ്. അത് മലയാളം റാപ്പിലൊരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. അതെന്ന് വെച്ചാൽ വളരെ റോ ആയിട്ട് അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള ലിറിക്സാണ് യൂസ് ചെയ്യുന്നത്. ഈ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ ഉണ്ടല്ലോ കേരളത്തിലെ, അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങളാണ് ഇവർ പാടുന്നതും പറയുന്നതും ഒക്കെ. അവർ ഭയങ്കര അഗ്രസീവായിട്ടാണ് ഡെലിവറി ചെയ്യുന്നത്. കുറച്ച് സ്റ്റോറി ടെല്ലിങ്ങും ഉണ്ട്, പിന്നെന്താ. അപ്പോൾ ഭയങ്കര പവർഫുള്ളായിട്ടും തോട്ട് പ്രൊവോക്കിങ്ങും ആയിട്ടാണ് തിരുമാലിയുടെ സോങ്സ് എന്ന് പറയുന്നത്.
ഇനി അടുത്തത് വേടനാണ്. അത് നിങ്ങൾക്കറിയാം, അദ്ദേഹം ഒരു റെവല്യൂഷണറി റാപ്പറാണ്. വേടൻ എന്ന് വെച്ചാൽ മലയാളത്തിലെ മീനിങ് ഹണ്ടർ എന്നാണ്. അദ്ദേഹം ഒരു റെവല്യൂഷണറി സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന ഒരു കൈൻഡ് ഓഫ് റാപ്പറാണ്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിനകത്ത് ആർക്ക് വേണ്ടിയായിരിക്കും സംസാരിക്കുന്നത്? ട്രൈബൽ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്, സോഷ്യൽ ജസ്റ്റിസ്, ഇതിനൊക്കെ വേണ്ടിയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ വേടൻ ഇപ്പോൾ ഒരു കൈൻഡ് ഓഫ് സിമ്പിൾ ഓഫ് റെസിസ്റ്റൻസ് ആണ് മലയാളം റാപ്പ് സീനിൽ. ഇനി എവല്യൂഷൻ ഓഫ് മലയാളം റാപ്പാണ്. ഒരു കൈൻഡ് ഓഫ് അണ്ടർഗ്രൗണ്ട് മൂവ്മെൻ്റ് ആയിട്ടാണ് ഇത് തുടങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളം റാപ്പ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അത് പിന്നെ ഹോളിവുഡിൽ അല്ലെങ്കിൽ എന്താണ് വെളിയിലുള്ള ഫോറിൻ കൺട്രീസിലൊക്കെ റാപ്പ് എന്ന് പറയുമ്പം അവർ സാധാരണ ഒരു എൻ്റർടൈൻമെൻറ്റിന് പോലെയാണെങ്കിൽ നമുക്കിവിടെ റാപ്പ് എന്ന് പറയുന്നത് ഇറ്റ് അഡ്രസ്ഡ് സോഷ്യൽ ഇഷ്യൂസാണ്. കാസ്റ്റ് സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര അണ്ടർഗ്രൗണ്ട് മൂവ്മെൻ്റ് ആയിട്ടാണ് ഇത് വന്നത്. കുറച്ച് സ്മോൾ ഗ്രൂപ്പ്സും ലോക്കൽ പെർഫോമൻസസും മാത്രമായിട്ട് ഒതുങ്ങിയിരുന്നതാണ്. സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വന്നപ്പോഴാണ് ഇതിന് ഭയങ്കര വിസിബിലിറ്റി കിട്ടിയത്. യൂട്യൂബാണ് എസ്പെഷ്യലി ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഭയങ്കര ബ്രോഡർ ഓഡിയൻസ് കിട്ടിയത്. ഇനി മലയാളം റാപ്പിൻ്റെ ഒരു എവല്യൂഷനിൽ മറ്റൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൊളാബറേഷൻസും ക്രോസ് ഓവേഴ്സും ഈ ഒരു ജോണറിനകത്ത് വന്നു. അതായത് വേറെ ആർട്ടിസ്റ്റുകളും വേറെ മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട്സിലുള്ള ആളുകളുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്ത്, അതായത് ഈ ക്ലാസിക്കൽ, ഫോക്ക്, ഇലക്ട്രോണിക് മ്യൂസിക് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ടൊക്കെ കൊളാബ് ചെയ്തിട്ട് അങ്ങനെയാണ് മലയാളം റാപ്പ് ഇത്രയും കുറച്ചും കൂടി ഇതായിട്ട് മാറിയെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിലെ പള്ളിവാള് ഭദ്ര വട്ടകം എന്നുള്ള പാട്ടുണ്ടല്ലോ വിദ്യാ ബോക്സിൻ്റെ, അത് മലയാളം പ്ലസ് ഇംഗ്ലീഷ് എലിമെൻസും ഉണ്ടത്. അതൊക്കെ ഇതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇനി മലയാളം റാപ്പിൻ്റെ സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ ഇമ്പാക്റ്റ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, മലയാളം റാപ്പ് എന്ന് പറയുന്നത് സോഷ്യൽ ഇഷ്യൂസ് ഇൻ കേരളയെ അഡ്രസ്സ് ചെയ്യുന്നൊരു പവർഫുൾ ടൂളായി മാറി. മ്യൂസിക്കിലൂടെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ഇനിക്വാളിറ്റി, പൊളിറ്റിക്കൽ കറപ്ഷൻ പോലുള്ള കാര്യങ്ങൾ ഇവർ ഹൈലൈറ്റ് ചെയ്യാൻ തുടങ്ങി, പാട്ട് പാടുന്നവർ. അങ്ങനെ മലയാളം റാപ്പേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? വലിയ കോൺവെർസേഷൻസിലൊക്കെ ആളുകളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുകയാണ് ചെയ്തത്. അതായത് സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരിക, അതാണ് ഇവർ ഉദ്ദേശിച്ചത്. ഇനി അതുപോലെ തന്നെ എംപവർ ചെയ്യുക, മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ അവരെയൊക്കെ എംപവർ ചെയ്തെടുക്കുക, അവർക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുക, ഈ വോയിസ് ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടി സംസാരിക്കുക, അതായത് കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ പോലെയുള്ള ബാരിയേഴ്സ് വെച്ചിട്ട് സൈലൻസ്ഡ് ആക്കി ഒതുക്കിയവരെ വെച്ചിട്ട് അതിൽ ഒതുക്കിയവർക്ക് വേണ്ടി സംസാരിക്കുക. ഇനി എന്തൊക്കെ ചലഞ്ചസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒതൻറ്റിസിറ്റി, ഒറിജിനാലിറ്റി പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഇത് ഭയങ്കര കൊമേഴ്ഷ്യലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനാലിറ്റി പ്രശ്നമാണ്. പ്രോഫിറ്റിന് മാത്രമാണ് ഇവർ കൂടുതൽ ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നൊരു ആക്ഷേപമുണ്ട്. ഓക്കെ, മെസ്സേജ് കൊടുക്കുന്നില്ല, അതിന് പകരം പ്രോഫിറ്റ് മാത്രമാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അതൊരു പ്രശ്നമാണ്. പിന്നെ ലാംഗ്വേജ് ഒരു പ്രശ്നമാണ്, ആക്സസിബിലിറ്റി ഒരു പ്രശ്നമാണ്. മലയാളത്തിലായിരിക്കുമല്ലോ പാടുന്നത്, അല്ലെങ്കിൽ ലോക്കൽ ഡയലക്റ്റിലായിരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ വരുന്നുണ്ട്. കേരളത്തിന് അപ്പുറം വരുന്നില്ല. നോൺ മലയാളി ഓഡിയൻസിന് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ലിറിക്സുമായിട്ട് കണക്റ്റഡ് ആവാൻ. അപ്പോൾ അത് പ്രശ്നമാണ്. പിന്നെ ഫ്യൂച്ചർ ഓഫ് മലയാളം റാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടാണ്, വേടൻ്റെയൊക്കെ അറൈവലോട് കൂടി ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ എൻട്രി ചെയ്യുന്നുണ്ട് സീനിൽ, ഒരുപാട് സൗണ്ട്, തീംസ് ഒക്കെ കൊണ്ടുവരുന്നു. സോ കുറച്ചും കൂടി റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ട് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോംസിൽ. ഒരു ഗ്ലോബൽ റെക്കഗ്നീഷൻ ഇവർക്ക് കിട്ടുന്നുണ്ട്. എന്നാലും നമ്മുടെ ലോക്കൽ കൾച്ചർ അവിടേക്ക് എത്തത്തുള്ളൂ, ഇന്ത്യക്ക് അപ്പുറം എത്തത്തുള്ളൂ. അപ്പം കൺക്ലൂഷനകത്ത് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മ്യൂസിക്കൽ ജോണർ മാത്രമല്ല, ഇതൊരു കൾച്ചറൽ മൂവ്മെൻറ്റും കൂടിയാണ്. കേരളത്തിലെ സൊസൈറ്റിയെക്കുറിച്ചുള്ളൊരു കൾച്ചറൽ മൂവ്മെൻറ്റും കൂടിയാണ്. അണ്ടർഗ്രൗണ്ട് മൂവ്മെൻ്റായിട്ട് മാറിക്കൊണ്ടിരുന്ന ഈ മലയാളം റാപ്പ് ഇപ്പോൾ ഒരു പവർഫുൾ പ്ലാറ്റ്ഫോമായി മാറുകയാണ്, സോഷ്യൽ കമൻട്രി ആയിട്ടും ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനായിട്ടും ഒക്കെ. ആർട്ടിസ്റ്റിന് അവരുടെ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നൊരു വേദിയാക്കി ഇതിനെ അങ്ങ് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വോയിസ് ഓഫ് ദി യൂത്ത് ഓഫ് കേരള എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഇവോൾവ് ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ്.